ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ ജനവിധി തേടുന്ന ബി.ജെ.പി. സ്ഥാനാർത്ഥി ആർ. രശ്മി ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. വലിയ മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? പ്രചരണ രംഗത്തേക്ക് 3 ദിവസങ്ങളായി സജീവമായി ഇറങ്ങിത്തുടങ്ങി. ചെല്ലുന്ന മേഖലയിലെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2 പഞ്ചായത്തുകൾ, ഒരു ദിവസം പൊതുവായി ഒരു റോഡ് ഷോയും, ഇന്നലെ കുളക്കട പഞ്ചായത്തിലെ കടകമ്പോളങ്ങൾ കയറുകയും ഇന്ന് നെടുവത്തൂർ പഞ്ചായത്തിലെ കടകൾ കയറുകയുമാണ്. ഒരു വശത്ത് മന്ത്രി കെ.എൻ. ബാലഗോപാലാണ് മത്സരിക്കുന്നത്, മറുവശത്ത് ഐഷ പോറ്റിയാണ്. അപ്പോൾ മത്സരം എങ്ങനെയാണ്? രണ്ടുപേരും LDFിൻ്റെ രംഗത്ത് നിന്നവരായിരുന്നല്ലോ. തീർച്ചയായും മത്സരം വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞാൻ സജീവമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. എന്നോടൊപ്പമുള്ള എല്ലാ സഹപ്രവർത്തകരും ഒറ്റക്കെട്ടായി താഴെത്തട്ട് ബൂത്ത് തലം വരെ ചലിപ്പിച്ചാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇന്നലെ രാവിലെ എൻ്റെ സ്വന്തം പഞ്ചായത്തായ കുളക്കടയിൽ, താഴത്തുകുളക്കടയിൽ നിന്ന് ആരംഭിച്ചപ്പോൾ എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്ന എല്ലാ ഒരു 10-35 സഹപ്രവർത്തകർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇതൊക്കെ വളരെ ആത്മവിശ്വാസം തരുന്നതാണ്. ബാലഗോപാൽ ഉടനീളം ഈ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു ജനപ്രതിനിധിയാവുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ തന്നെ ജയിപ്പിച്ച ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. അതുമാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എത്രയോ ധനകാര്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട്. ഏറ്റവും മോശമായൊരു ധനകാര്യമന്ത്രിയായിരുന്നു കെ.എൻ. ബാലഗോപാൽ. അദ്ദേഹമാണ് കൊട്ടാരക്കരയുടെ MLA ആയി പ്രതിനിധീകരിച്ചത്. ഐഷ പോറ്റി കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നു. ഒരു സമയത്ത് ഒരുമിച്ച് ഒരു പ്രസ്ഥാനത്തിൽ ജോലി ചെയ്തവരാണല്ലോ. അപ്പോൾ ഐഷ പോറ്റിയുമായുള്ള ഒരു മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? രണ്ടുപേരും മത്സരരംഗത്ത് എന്നേക്കാൾ മുമ്പ് തന്നെ ഇറങ്ങിയെങ്കിലും ഞാൻ 2 ദിവസമായേ ഉള്ളൂ ഇറങ്ങി തുടങ്ങിയിട്ട്. പക്ഷേ പൊതുജനങ്ങളുടെ അഭിപ്രായത്തിൽ തീർച്ചയായും NDയുടെ സ്ഥാനാർത്ഥി കൊട്ടാരക്കരയിൽ വിജയിക്കും. കൊട്ടാരക്കരയിൽ ഇത്തവണ താമരയ്ക്കൊപ്പമാണ് പൊതുവിഭാഗമെന്നാണ് പറയപ്പെടുന്നത്. പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന എന്താണ്, ഈ ജനങ്ങളോട് എന്താണ് ഈ പ്രചരണങ്ങൾ ഉൾപ്പെടെ പറയുന്നത്? ആദ്യമായി എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലഗോപാൽ ആദ്യം തന്നെ ജനങ്ങൾക്ക് കൊടുത്ത ഒരു ജനങ്ങളോട് പറഞ്ഞത് അദ്ദേഹം കൊട്ടാരക്കരയിലെ ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ്. പക്ഷെ നാളിതുവരെയായി, ഇനി അടുത്ത നിയമസഭ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കുന്നു, എന്നിട്ട് പോലും അത് പരിഹരിക്കാനായി അദ്ദേഹം സാധിച്ചില്ല. അതുതന്നെ ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കാനുള്ള കാര്യമായിരുന്നു അദ്ദേഹം ഇവിടെ ചെയ്യേണ്ടത്. അതിന് മുമ്പ് 15 വർഷക്കാലം ജനപ്രതിനിധിയായിരുന്ന ഐഷ പോറ്റിയും അത് ജനങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുത്തില്ല. തീർച്ചയായും അതിനായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഈ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് BJPയിലേക്ക് വരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ലഭിക്കുമോ? എന്തായാലും ഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെയും വോട്ട് എനിക്ക് ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയുണ്ട്. പലരും എന്നെ സമീപിക്കുകയും ഞാൻ അവരുമായി ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു. എന്തായാലും വിജയിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, കാരണം വളരെ പെട്ടെന്നായിരുന്നു ഈ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇനി അങ്ങോട്ടുള്ള പ്രചരണം, ഏത് തരത്തിലായിരിക്കും? ഇനി നമ്മൾ 2-3 പഞ്ചായത്തുകൾ കൂടി പൊതുവായി കടകമ്പോളങ്ങൾ കയറാനുണ്ട്. അത് 2 ദിവസത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാഷ്യൂ ഫാക്ടറികൾ, പള്ളികൾ, അതിനുശേഷം പറ്റാവുന്ന ഉന്നതികളടക്കം കയറുന്നതിനുള്ള നടപടികളുമായിട്ടാണ് എൻ്റെ നേതാക്കന്മാർ നിർദ്ദേശം തന്നിട്ടുള്ളത്. അതാണ്, കൊട്ടാരക്കരയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ആർ. രശ്മി ഉള്ളത്. കെ.എൻ. ബാലഗോപാലും ഐഷ പോറ്റിയുമാണ് എതിരാളികൾ. കടുത്ത മത്സരം നടക്കുമെന്ന കാര്യത്തിൽ കൊട്ടാരക്കരയിൽ ഒരു സംശയവുമില്ല.